ദുനിയാവിലെ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഞാൻ ഈ ദുനിയാവിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ട് വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ആ രണ്ട് വിഷയങ്ങളില്ലെങ്കിൽ നേരത്തെ തന്നെ പോകാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. രണ്ട് കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ ദുനിയാവിൽ കുറച്ചുകൂടി ഒക്കെ നിൽക്കാതിരിക്കുന്നത് തോന്നി. ലൗലാ മുദാക്കറത്തുൽ ഇഖ്വാനി ഫിൽ ഇൽമി വൽ ഖിയാമു ബിൽ ലൈൽ മാ അഹ്ബബ്തുൽ ബഖാഅ ഫീ ഹാദിഹി ദാർ. രണ്ട് വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ദുനിയാവിൽ കുറച്ചൊക്കെ നിന്നോട്ടെ എന്ന് എന്റെ മനസ്സിങ്ങനെ പറഞ്ഞു. രണ്ടും വളരെയധികം അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായതുകൊണ്ട്, ഒന്ന് മുദാക്കറത്തുൽ ഇഖ്വാനി ഫിൽ ഇൽം, മുന്നിൽ വരുന്ന ആളുകൾക്ക് അറിവ് പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെ നേരം കളയാം. അല്ലാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതാണല്ലോ. അതുകൊണ്ട് എനിക്ക് വല്ലാത്ത ഇഷ്ടായി. ആരൊരാൾ മുന്നിൽ വന്നാലും ഒരറിവ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പകർന്നു കൊടുക്കുകയാണ്. പരിചയമുള്ള ആളാകട്ടെ ഇല്ലാത്ത ആളാകട്ടെ. ഒന്ന് അടുത്തു പോയിരുന്ന പോയവരൊക്കെ പറയും മുതലായിട്ട്, കണ്ടത് മുതലായി. വന്നിരുന്ന് 2 മിനിറ്റ് ആണെങ്കിലും അൽഹംദുലില്ലാഹ് ഒരു തഫ്സീറാണ് ഇപ്പൊ പറഞ്ഞത്. ഇതുവരെ ഞാൻ ആ തഫ്സീർ കേട്ടിട്ടില്ല. അങ്ങനെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് ആ മുദാക്കറത്തുൽ ഇൽമിന്റെ രസം, അറിവ് അന്വേഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ രസം, അറസ്റ്റ് വരിച്ച നേരത്ത് വരെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അത് കുളിരേകി. ഹാറൂൻ റഷീദ് ഒരു വിഷയത്തിൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അറസ്റ്റ് ചെയ്തു. പിന്നീട് ആ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന്റെ പേരിൽ മാപ്പ് ചോദിച്ചു. നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പറ്റിയ ആളല്ല, നിങ്ങളെ ഒരു നിലക്കും ഒരു മിനിറ്റ് പോലും തടവറയിൽ വെക്കാൻ പറ്റിയ ആളല്ല. തടവറയിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന്റെ മുമ്പ് വിശ്രമം ബഗ്ദാദിൽ കൊടുത്തപ്പോൾ ബഗ്ദാദ് വിട്ടു പോകരുത്, കോടതി വിളിക്കുമ്പോൾ ഹാജരാകണമെന്ന് പറഞ്ഞ് അവിടെ വന്ന് നിർത്തി. അപ്പോഴും മനസ്സിനെ വേദനിപ്പിക്കുന്നില്ല. മനസ്സിൽ ഏറ്റവും സന്തോഷം നൽകുന്നത് രാത്രിയും പകലും പഠിതാക്കൾ വരുന്നു. ബഗ്ദാദിൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എത്തിയെന്ന് കേട്ടപ്പോഴേക്ക് ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാർ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുതിച്ചു വരാൻ തുടങ്ങി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് അറിവ് അന്വേഷിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഒരു പ്രശ്നവുമില്ല, ഒരു വിഷയവുമില്ല. നിങ്ങളെങ്ങനെ ഒരു കേസിന് വേണ്ടി കൊണ്ടുവന്ന് ഒരു പ്രശ്നവുമില്ല. എന്തേ? മുന്നിൽ വന്നിരിക്കുന്ന ആളുകളോട് ഇൽമു പകർത്തി കൊടുത്തിട്ട് കിട്ടിയ ഒരു സന്തോഷം ഞാൻ ഈ ദുനിയാവിൽ കാണുന്ന വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കല്ലേ പോകുന്നത്? അത് എന്നെ അലട്ടുന്നില്ല. കാരണം ഇൽമു അത്രക്ക് കണ്ട് മഹാനവർകൾ സ്വീകരിക്കുകയും അത് പകർത്തി കൊടുക്കുകയും ചെയ്തു. രാവും പകലും ഉച്ച സമയം വരെ ദർസ് നടത്തുന്ന ശീലമായിരുന്നു ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശീലം. രാത്രി പിന്നെയും ഉണ്ട്. എന്നാ പിന്നെ അങ്ങനെ ഒന്ന് അറസ്റ്റ് ചെയ്തു എന്നുള്ളതിൽ എന്തെങ്കിലും ദുഃഖമൊന്നുമില്ല. കാരണം മുന്നിൽ വരുന്ന ആളുകളെ കാണുമ്പോൾ മനസ്സിന് വിഷമമൊക്കെ പോവുകയാണ്, ഒന്നുമില്ല. രണ്ടാമത്തെ ഒരു വിഷയം ഈ ദുനിയാവിൽ നിൽക്കാൻ തോന്നിയത് വൽ ഖിയാമു ബിൽ ലൈൽ, രാത്രിയിലെ ഒരു പ്രത്യേക എഴുന്നേൽപ്പുണ്ട്. അത് രാത്രിയുടെ അവസാന ഭാഗത്താണ്, സുബ്ഹിക്ക് മുമ്പാണ്. ഈ രണ്ട് വിഷയങ്ങളും ഇല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ തന്നെ എനിക്ക് ഇഷ്ടമല്ല. കാരണം ഇതല്ലല്ലോ യഥാർത്ഥ ലോകം. ഞാൻ പിന്നെ കുറച്ചു കാലം ഇവിടെ നിൽക്കട്ടെ എന്ന് കരുതിയത് ഇത് രണ്ടുള്ളതുകൊണ്ട്. ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ ആ രണ്ടും നിലനിർത്തിയിട്ടുണ്ട്. മൗത്തിന്റെ മുമ്പും വിത്റും തഹജ്ജുദും നിസ്കരിച്ചിട്ടുണ്ട് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഒറ്റ ദിവസവും അങ്ങനെ അതിൽ നിന്ന് ഒഴിവില്ല. കാരണം ഈ ദുനിയാവ് കൊണ്ട് സുഖിച്ചത് അങ്ങനെ. അപ്പൊ അമലുകളെ കൊണ്ട് സുഖിക്കാനാണ് ദുനിയാവ്. അതാണ് ഇന്നലെ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ എന്ന് ഓതി വെച്ചിട്ട് ആ സമ്പാദ്യം ഒന്നുകൂടി ഉണ്ടാക്കാൻ പരലോകമാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസതൻ വഹശർനാഹും
ഫലം നുഗാദിർ മിൻഹും അഹദാ വയൗമ നുസയ്യിറുൽ ജിബാൽ, പർവ്വതങ്ങളെ നാം സഞ്ചരിപ്പിക്കുന്ന ദിവസം പറഞ്ഞു കൊടുക്കൂ നബിയെ. ആ ദിവസത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കൂ. പർവ്വതങ്ങളെ പറപറത്തു. പർവ്വതങ്ങൾ എങ്ങനെ പറക്കാന്നുള്ളതിന്റെ ചെറിയ സിഗ്നലൊക്കെ നമുക്ക് കിട്ടി. വലിയ വലിയ മലകളിലെ വലിയ വലിയ പാറക്കല്ലുകൾ പൊട്ടി വീഴുന്നത് കണ്ടപ്പോ ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും സംഗതി. ഇനി ഇതിനെക്കാളും കുറച്ചുകൂടി ഊക്കിൽ കൂട്ടിയാൽ മതി. സാമ്പിളാണ്, മൊത്തം അങ്ങനെ തരാൻ കഴിയില്ലപ്പോ. കാരണം അതിന് ഈ ഈമാനുള്ള ആൾക്കാരെ മൊത്തം ഇവിടുന്ന് കാലിയാക്കണം. ഇത് അവസാനത്തെ ഈ ഭൂമിയുടെ അവസാനം കുറിക്കുന്ന രൂപത്തിലുള്ള ഒരു അടയാളമാണ് വയൗമ നുസയ്യിറുൽ ജിബാൽ. ഒന്നല്ല, പലതും ഉണ്ട്. അതിന്റെ നേർചിത്രം കാണണമെങ്കിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 സൂറത്ത് ഓതി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാളിന്റെ നേർചിത്രം അറിയണോ? ഇദശംസു കുവ്വിറത് ഓതിക്കോളൂ. ഇദസ്സമാഉ ഫതറത് ഓതണം. ഇദസ്സമാഉ ശഖ്ഖത് ഓതണം. അതിൽ 3ലും ഉണ്ട് ആ ചിത്രം. അത് കൂടി പറയുകയാണെങ്കിൽ ഇത് അവിടെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഇദശംസു കുവ്വിറത്തിൽ ആദ്യം പറയുന്ന 6 അടയാളങ്ങൾ ഇവിടെ ലോകാവസാനത്തിന്റെ മുന്നോടിയായി നടക്കുന്നതാണ്. ഇദശംസു കുവ്വിറത്, സൂര്യഗോളം ചുരുട്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴാ ഇത് ചുരുട്ടപ്പെടുന്നത്? അവസാനത്തെ മുഅ്മിനും പോയി കഴിഞ്ഞ ശേഷം. എപ്പോഴാ അവസാനത്തെ മുഅ്മിൻ പോവുക? ഇവിടുന്ന് എപ്പോഴാ തീരുക? അവസാനത്തെ മുഅ്മിൻ തീരുന്നത് 10 അടയാളങ്ങൾ വന്ന്, ആ അടയാളങ്ങളിലെ ചില ഭാഗങ്ങളൊക്കെ ലാസ്റ്റ് ഘട്ടത്തിൽ വരുന്നുണ്ട്. അതൊന്നും അവിടെ പറയാൻ 10 അടയാളങ്ങൾ വന്ന്, 10 അടയാളം ഒന്നായിട്ട് പറയില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. അവിടെ വരുന്നത് ഇൻഷാ അല്ലാഹ് അവിടെ പറയാം. 10 വലിയ അടയാളങ്ങൾ വന്നതിന് ശേഷം പിന്നീട് യമനിൽ നിന്ന് ഒരു കാറ്റ് പുറപ്പെടുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യമനിൽ നിന്ന് ആ കാറ്റ് ഇവിടെ എത്തുമ്പോ ഈമാനുള്ളവന്റെ മൂക്കിലും അവന്റെ ശരീരത്തിന്റെ ത്വക്കുഭാഗങ്ങളിലും ആ കാറ്റടിച്ചു വീശുന്നതോടെ ഈമാനുള്ള ആണും പെണ്ണും മൗത്തായി കഴിഞ്ഞു. പിന്നെ ഒരൊറ്റ മുഅ്മിനുണ്ടാവില്ല. അപ്പൊ ഉസ്താദേ, എല്ലാവരും അങ്ങനെ പോയാൽ എന്താ പിന്നെ ആരാ ബാക്കി ഉണ്ടാകുക? പിന്നെ വലം യബ്ഖ ഇല്ലാ ശിറാറുൻ നാസ്, ദുഷ്ടജനങ്ങൾ മാത്രമേ ഇവിടെ ബാക്കി ഉണ്ടാകുള്ളൂ. ഫതഖൂമു അലൈഹിമുസ് സാഅ, പിന്നീട് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് അവരിലാണ്. ഈമാനുള്ളവരൊക്കെ പോയി. പക്ഷേ ഈമാനുള്ള ആൾക്കാരൊക്കെ പോയി എന്ന് പറയുമ്പോ ഇവിടെ അന്ന് ഒരു പക്ഷേ മരണപ്പെട്ടു പോകുന്ന ആളുകൾക്ക് തജ്ഹീസ് ചെയ്യാനും നിസ്കരിക്കാനും ഉണ്ടായിരുന്ന ആളുകൾ പലരും ആ ഏടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരായിരിക്കും. കാരണം ഈ കൃത്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആൾക്കാരുണ്ടാകും. ഒരു പക്ഷേ പിന്നീട് അവർ മറിയും, അല്ലെങ്കിൽ അവർ നേരത്തെ മാറിയിട്ടുണ്ടാകും, വേഷഭൂഷാദികളിലേ ഉണ്ടാകുള്ളൂ. അത്രേ. പക്ഷെ ദുഷ്ടജനങ്ങളാ ഉണ്ടാകുക. അക്രമം ചെയ്ത് അരാജകത്വം ചെയ്ത് ജീവിക്കുന്ന മഹാ കഷ്ടത്തരമുള്ള ആളുകൾ മാത്രം. അവരിലാണ് ഈ സൂര്യഗോളം ചുരുട്ടപ്പെടുന്ന രംഗം വരുന്നത്. ആ പ്രതിഭാസങ്ങളൊക്കെ സംഭവിച്ചാൽ പിന്നെ ഒരൊറ്റ ഊത്ത്, ഒന്നാമത്തെ ഊത്ത്, സൂര്യഗോളം ചുരുട്ടപ്പെടാം. ഹാഫിദ് ഇബ്നു കസീർ ആ വിഷയം ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, ജനങ്ങളൊക്കെ രാവിലെ മാർക്കറ്റൊക്കെ തുറന്ന് സജീവമായ ആൾക്കാരൊക്കെ കടകളിൽ ആളുകളൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോ പെട്ടെന്ന് സൂര്യഗോളം ചുരുട്ടി. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ആ സൂര്യഗോളം അങ്ങോട്ട് അണഞ്ഞുപോയി. എന്തായിരിക്കും ഒരവസ്ഥ പകല് സമയത്ത്? അപ്പൊ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ കത്തൂലേ? ബാക്കിയുള്ളതൊക്കെ കത്തുന്നതിന് ഒരു പരിധി ഉണ്ട്. വൈദ്യുതി ഉൽപാദനല്ലേ, അതിനും പരിധി ഉണ്ട്. സൗരോർജം വേണം, പരിധിയും പരിമിതിയൊക്കെ അതിനുണ്ട്. പിന്നൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാ ചാർജും തീരാനായി. നക്ഷത്രങ്ങൾ അതിന്റെ പ്രകാശകണികകൾ അസ്തമിച്ച ശേഷം തായോട്ട് വീർന്നു വീണാൽ അത് മറ്റൊരു ചിത്രമാണ് അപ്പോൾ നടക്കുന്നത്. അതിൽ പറഞ്ഞ ഒന്നാണ് വഇദൽ ജിബാലു സുയ്യിറത്. ഇവിടെയും പറഞ്ഞല്ലോ യൗമ നുസയ്യിറുൽ ജിബാൽ. വഇദൽ ജിബാലു സുയ്യിറത്, പർവ്വതങ്ങളെ നടത്തപ്പെട്ടാൽ. പർവ്വതങ്ങൾ എങ്ങനെ നടത്തപ്പെടുന്നത്? അതിന്റെ ആണിക്കല്ലുകൾ അതിന്റെ സ്ഥലങ്ങളിൽ നിന്ന് അല്ലാഹു പറിച്ചെടുക്കുന്നു.
എന്നിട്ടതാ അന്തരീക്ഷത്തിലൂടെ പർവ്വതങ്ങൾ അങ്ങനെ പറക്കുന്നു. പറക്കുമ്പോ അപ്പുറത്തുനിന്ന് വരുന്നൊരു പർവ്വതവും ഇപ്പുറത്തുനിന്ന് പോകുന്നൊരു പർവ്വതവും കൂട്ടിമുട്ടുന്നു. പൊടിപടലങ്ങളാകെ പൊടിപടലങ്ങളാ. അതുകൊണ്ടാണ് അതിന്റെ ആ രൂപം തന്നെ സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞത്, ഇദാ റുജ്ജത്തിൽ അർളു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ ഫകാനത് ഹബാഅം മുംബസ്സാ. പർവ്വതങ്ങളെ ബുസ്സത്തിൽ ജിബാലു ബസ്സാ, പർവ്വതങ്ങളെ തകർത്തു തരിപ്പണമാക്കപ്പെട്ടാൽ പിന്നെന്ത് സംഭവിക്കും? ഫകാനത് ഹബാഅം മുംബസ്സാ, വിതറപ്പെട്ട ധൂളികളായി മാറും. പിന്നെ യാഥാർത്ഥ്യങ്ങളായി കാണാനൊന്നുമില്ല. മറകളൊക്കെ അല്ലാഹു തആല നീക്കുകയാണ്. വൈദൽ ജിബാലു സുയ്യിറത് വൈദൽ ഇശാറു ഉത്തിലത്. 10 തികഞ്ഞ ഒട്ടകത്തെ നോക്കാൻ, 10 തികഞ്ഞ ജീവിയെ നോക്കാൻ ആളില്ലാത്ത സമയം വന്നാൽ, ഒട്ടകങ്ങളെയും കന്നുകാലികളെയും ഒന്നും ആൾക്കാർ നോക്കൂലെങ്കിലും ഒരു സമയത്ത് നോക്കും, പ്രസവിക്കാനായ. കാരണം പാല് കിട്ടും, കുട്ടിയെയും കിട്ടും. പക്ഷെ അന്ന് അത് നോക്കാനും ആളില്ല. ആളുകൾ മുഴുവനും ഭയപ്പാടിലായി, വെപ്രാളത്തിലായി. എന്താ സംഭവിക്കുന്നത്? കാട്ടിലെ മൃഗങ്ങൾ മുഴുവനും നാട്ടിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഒരു പ്രതിഭാസം കണ്ട് സൂര്യഗോളം ചുരുണ്ടുകൂടി പ്രകാശങ്ങളെല്ലാം അസ്തമിച്ച ഒരാൾ വീട്ടിൽ പോയി നോക്കുമ്പോ വീട്ടിന്റെ മുറ്റത്ത് ഒരു ഭാഗത്ത് ആന, വേറൊരു ഭാഗത്ത് പിന്നെ കരടി, വേറൊരു ഭാഗത്ത് സിംഹം. ഒന്നും ചെയ്യുന്നില്ല. കാരണം എല്ലാവരും ബേജാറില്ല. മുമ്പൊക്കെ സിംഹത്തെ കണ്ട് ഓടിയുന്ന ആൾക്കാർ ഇപ്പൊ ഓടുന്നില്ല. കാരണം അതിന്റെ ആ ശേഷി നഷ്ടപ്പെട്ടു പോയി. എങ്ങനെ കാട്ടിലുള്ള സിംഹങ്ങളൊക്കെ നാട്ടിലേക്ക് വരാനുള്ള കാരണം, ഈ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നത് നാട്ടിൻപുറങ്ങളിൽ മാത്രമല്ല, കാട്ടിലും പോയിട്ടുണ്ട്. പിന്നെ കാട്ടിലുള്ളവരും ഇങ്ങോട്ട് ഓടൂലേ? അതിന്റെ പ്രകാശരശ്മികളൊക്കെ അസ്തമിച്ച ശേഷം തന്നെ ഭൂമിയിൽ അത് വീണാൽ വലിയ വലിയ ഗർത്തങ്ങൾ ഉണ്ടാകും. ചെറുതൊന്നല്ല, വലിയ ഗർത്തങ്ങൾ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, പ്രകാശരശ്മികൾ തീരാതെ വീണാ പിന്നെ പറയേണ്ട അവസ്ഥ. നക്ഷത്രത്തിന്റെ പ്രകാശങ്ങളൊക്കെ അസ്തമിച്ച ശേഷം അതായോട്ട് വീഴുന്നത്. എന്നാൽ തന്നെ അത് വലിയൊരു വിസ്ഫോടനമാണ്. വലിയ വലിയ ഗർത്തങ്ങൾ ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ത്യ ആണവ പരീക്ഷണ പരിശോധന നടത്തിയല്ലോ പൊക്രാൻ ഭൂമിയിൽ. എത്ര കാലം മുമ്പ് നടത്തി. ഇന്നും ഒരു മനുഷ്യൻ അവിടെ വസിക്കാൻ കഴിയില്ല. ഒരു ചെടി അവിടെ നട്ടുപിടിപ്പിക്കാൻ കഴിയില്ല. അന്ന് ആ പൊട്ടിയ ബോംബിന്റെ ആ വിഷാംശങ്ങൾ ഇന്നും ആ മൺതരികളിൽ ബാക്കി നിൽക്കുകയാണ്. ആ ഒരു പൊട്ടൽ കാരണം എത്ര കിലോമീറ്ററുകളാണ് ജനവാസയോഗ്യമല്ലാതെ, കൃഷിയോഗ്യമല്ലാതെ പോയത്. എന്നാൽ ഈ നക്ഷത്രം മുതിർന്നു വീഴുമ്പോൾ ഒരു കാട്ടിലേക്ക് വീണാൽ ആ കാട്ടിലുള്ള മുഴുവൻ മൃഗങ്ങളും പേടിച്ചോടുകയാണ്. വന്നു നിൽക്കുന്നത് വീടുകൾക്ക് മുന്നിലാണ്, കടകൾക്ക് മുന്നിലാണ്, റോഡുകൾക്ക് നടുവിലാണ്. കാട്ടുജീവികൾ മുഴുവനും നാട്ടിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, എത്രണ്ണം പറഞ്ഞു? 5 എണ്ണം പറഞ്ഞില്ല. ഇദ ശംസു കുവ്വിറത് വൈദൻ നുജൂമുൻ ഖദറത് വൈദൽ ജിബാലു സുയ്യിറത് വൈദൽ ഇശാറു ഉത്തിലത് വൈദൽ ലുഹൂഷു ഹുശിറത് അറാമത്തുൻ വൈദൽ ബിഹാറു സുജ്ജിറത്. സമുദ്രങ്ങൾ കത്തിക്കപ്പെട്ടാൽ ആ സമയത്ത് നടക്കുന്ന ഒന്നാണ്. ഇതൊന്നായി കൂട്ടേണ്ട ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ ഉണ്ട്. ഇവിടെ പർവ്വതങ്ങളെ സഞ്ചരിപ്പിക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അത് മാത്രമല്ല ലക്ഷ്യം, മറ്റേത് കൂടി ലക്ഷ്യമുണ്ട്. അതങ്ങനെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ഈ ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട അല്ലാമ ഇമാം റാസി റളിയല്ലാഹു അൻഹു. ആ പറഞ്ഞത് ഒരു അടയാളമായി കൂട്ടരുത്, പല അടയാളങ്ങളിൽ ഒന്നാണ്. ചിത്രം അവസാനിക്കാൻ ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നതാണ് തൊട്ടടുത്ത് പറയുന്നത്. വതറൽ അർള ബാരിസ. വിശദീകരണം ഞാൻ പറയാം. വതറൽ അർള ബാരിസ, ഭൂമിയെ നിനക്ക് കാണാൻ പറ്റും. ബാരിസത്തൻ, ഒരു പ്രതലമായിട്ട്, ഒരു പ്രതലമായി ഭൂമിയെ നിനക്ക് കാണാം. ഒരു ഭാഗത്ത് നോക്കിയാൽ മറ്റേ ഭാഗത്തേക്ക് അങ്ങനെ കണ്ണെത്താ ദൂരത്തേക്ക് നോക്കാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിയാൽ ഹാജർപടി കാണും,
എന്താ കാണാത്തത്? ഈ തടസ്സങ്ങളൊക്കെ അല്ലേ. അന്ന് ഇവിടെ നോക്കിയാ ഹാജർപുടിയല്ല, കൊണ്ടോട്ടിയല്ല, കന്യാകുമാരി വരെ നീണ്ട കാഴ്ചയാണ്. ഭൂമി മുഴുവനും ഒറ്റപ്രതലമായി കിടക്കുകയാണ്. ഇനി മൂന്നാമത്തെ ഒരു ചിത്രം, വഹശർനാഹും. അങ്ങനൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വഹശർനാഹും, ആ ഭൂമിയുടെ ഉള്ളിൽ അധിവസിക്കുന്ന ആളുകളെ നാം ഒരുമിച്ച് കൂട്ടും. ഫലം നുഗാദിർ മിൻഹും അഹദാ, അവരിൽ ഒരാളെയും വിട്ടേക്കുകയില്ല, ഒറ്റാളെയും ഒഴിവാക്കുകയില്ല, ഒരാളെയും വിട്ടേക്കുകയില്ല. മുഴുവൻ ആളുകളെയും നാം ഒരുമിച്ച് കൂട്ടും. ഒക്കെ തർത്തീബായിട്ടാ പറഞ്ഞു. അല്ലാഹു സലാമത്ത് നൽകട്ടെ. ഹശ്റിന്റെ സമയത്ത് ഖിയാമത്ത് നാളിൽ മഹ്ശറിലേക്ക് വരുന്ന ആളുകളെ പറ്റി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിവിധ ചിത്രങ്ങളാണ് രൂപപ്പെടുത്തി തന്നത്. ആ മഹ്ശർ മാത്രം, മഹ്ശറിലേക്ക് മൗഖിഫിലേക്ക് ആളുകൾ വരുന്നത് മാത്രം പറയണം ഒരു ദിവസം. അത്രമാത്രം ചിത്രങ്ങൾ. അതിൽ തന്നെ വ്യത്യസ്ത തരക്കാരുണ്ട്, എല്ലാവരും ഒരുപോലെയല്ല. നടന്നു പോകുന്നവരിൽ തന്നെ വ്യത്യസ്ത ടീമുകളുണ്ട്. ആ ആളുകളെല്ലാം അല്ലാഹു ഒരുമിച്ച് കൂട്ടി ഒരാളെയും വിടാതെ അവിടെ എത്തിക്കുന്നു. ഇനി ഒരുമിച്ച് കൂട്ടിയാൽ ഇനി നടക്കുന്നത് എന്താണെന്നറിയോ? ഒരു പ്രദർശനമാണ്. ആരെ മുന്നിലാണ് പ്രദർശിപ്പിക്കുന്നത് എന്നറിയോ? നമ്മെ എല്ലാവരെയും, ഈ ഭൂമി ലോകത്തെയും പ്രപഞ്ചത്തെ മൊത്തവും പടച്ച് സംവിധാനിച്ച് സംരക്ഷിക്കുന്ന റബ്ബില്ലേ, ആ റബ്ബിലേക്കാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. വഉരിദൂ അലാ റബ്ബിക സഫാ, വഉരിദൂ അലാ റബ്ബിക സഫാ, അവരെ വെളിവാക്കപ്പെട്ടു. അലാ റബ്ബിക സഫാ, നിന്റെ രക്ഷിതാവിന്റെ മുന്നിലായിട്ട് സഫൻ, അണിയണിയായിട്ട് വെളിവാക്കപ്പെട്ടു പോയി. വഉരിദൂ അലാ റബ്ബിക സഫാ, ഈ വന്നിരിക്കുന്ന ആളുകളെ, ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ആളുകളെ അല്ലാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ അണിയണിയായി വെളിവാക്കപ്പെട്ടു പോയി. ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും, വന്ന ആളുകളോട് അല്ലാഹു തആല ഒരു സംബോധനമാണത്. ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖനാകും അവ്വല മർറ, അല്ല നിങ്ങൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നല്ലോ. കമാ ഖലഖനാകും അവ്വല മർറ, ആദ്യ ഘട്ടത്തിൽ നിങ്ങളെ നാം സംവിധാനിച്ചതുപോലെ. ഫസ്റ്റ് ഘട്ടത്തിൽ നിങ്ങളെ നാം എങ്ങനെയാണോ പടച്ചു സംവിധാനിച്ചത്, അതൊരു യാഥാർത്ഥ്യം നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ. നിങ്ങളെ മക്കളെ കണ്ടിട്ടുണ്ട്, പലരെയും കണ്ടിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ. ആ ആദ്യഘട്ടത്തിൽ നിങ്ങളെ ഒരുമിച്ച് പടച്ചതുപോലെ ഇന്ന് നിങ്ങളിതാ നമ്മുടെ സമീപത്ത് വന്നിരിക്കുന്നു. ബൽ സഅംതും, അല്ല നിങ്ങളല്ലേ വാദിച്ചിരുന്നത് ജനങ്ങളെ, അല്ലൻ നജഅല ലകും മൗഇദാ, നിങ്ങൾക്കൊരു വാഗ്ദത്ത സ്ഥലം നമ്മൾ ഒരുക്കിയിട്ടില്ല എന്ന് വാദിച്ചിരുന്നത് നിങ്ങളല്ലേ. നിങ്ങളെ ജീവിതമൊക്കെ കണ്ടാല് ജീവിതാകെ ഇവിടെ മാത്രമേ ഉള്ളൂ തോന്നിയിരുന്നു. നിങ്ങളെ പറച്ചിലൊക്കെ കേട്ടാൽ, നിങ്ങളെ നടത്തൊക്കെ കണ്ടാൽ ദുനിയാവ് മാത്രമേ ഒരു ഹയാത്തുള്ളൂ എന്നിങ്ങനെ തോന്നിയിരുന്നു. പലർക്കും അങ്ങനെ വാദമുണ്ടായിരുന്നില്ലേ? ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമോ എന്നൊക്കെ ചോദിച്ചിരുന്നില്ലേ പലരും? പലരും അത് യുക്തി കൊണ്ട് സമർത്ഥിക്കാനൊക്കെ നോക്കിയിരുന്നില്ലേ? ബൽ സഅംതും അല്ലൻ നജഅല ലകും മൗഇദാ, അല്ല നിങ്ങൾ വാദിച്ചിരുന്നില്ലേ, അല്ലൻ നജഅല ലകും മൗഇദാ, നിങ്ങൾക്ക് നാം ഒരു വാഗ്ദത്ത സ്ഥലവും തയ്യാറാക്കിയിട്ടില്ല, ഒരുക്കിയിട്ടില്ല എന്ന് നിങ്ങൾ വാദിച്ചിരുന്നില്ലേ? എങ്ങനെയുണ്ട് ഇപ്പൊ ആ വാദം? അല്ലാഹു ചോദിക്കാം. മഹ്ശറിലേക്ക് അങ്ങോട്ട് വെളിവാക്കിയ ശേഷം സംബോധന നടത്താൻ വരുന്നു യജമാനനായ റബ്ബ്. റബ്ബ് ആളുകളോട് സംഭാഷണം നടത്തുമ്പോ ഈമാനുള്ള മനുഷ്യന്റെ മനസ്സിൽ വരുന്നൊരു സന്തോഷമുണ്ട്. അള്ളാഹു നമുക്ക് ആ സന്തോഷം നൽകട്ടെ. അല്ലാഹു തആല ഇത് മാത്രമല്ല പറയുന്നത്, ഇത് ഫസ്റ്റ് ഘട്ടത്തിൽ പറയുന്നതിൽ ഒരു ചില്ലറ വാക്കുകളാണ്. വേറെയും ധാരാളം വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇനി ഹിസാബിന് വേണ്ടി
ഉള്ള ഒരു ഒരുക്കത്തിലേക്കാണ്, ഹിസാബിന്റെ ഒരു വിഷയമാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. അവിടെ നടക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും വലിയൊരു വിഷയമാണല്ലോ ഹിസാബ്. അള്ളാഹു എളുപ്പം നൽകട്ടെ. വിചാരണയിൽ നല്ലോണം അങ്ങോട്ട് ആയത്തിൽ ചോദിച്ചാൽ കുടുങ്ങി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വിചാരണ അല്ലാതെ പോകാൻ കഴിഞ്ഞാൽ, വിചാരണ കൂടാതെ പോകാൻ പറ്റുന്ന ആളുകൾക്ക് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നബി തങ്ങൾ ഒരു പ്രത്യേക ശഫാഅത്ത്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഖ്തസ്സായ പ്രത്യേകമായ ശഫാഅത്ത് 5 എണ്ണം ഉണ്ടെന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ആ 5 ശഫാഅത്തിൽ ഒരു ശഫാഅത്താണ് വിചാരണ ചെയ്യാതെ അങ്ങോട്ട് കയറ്റണം എന്നുള്ളത്. ഒരു വിഭാഗത്തിൽ ഒരു വിചാരണ ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് കയറ്റണം. ആ ഒരു ശഫാഅത്ത് ഈ ഉമ്മത്തിലെ ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്ക് വേണ്ടി തങ്ങൾ നടത്തുന്നതാണ്. മൊത്തത്തിലുള്ള ശഫാഅത്തിന് ശേഷമാണിത്. അങ്ങനെ കിട്ടിയാൽ രക്ഷപ്പെട്ട ഒരു രക്ഷ ഉണ്ടാകൂല. ചോദിച്ച് ആറ്റിക്കുറുക്കി ചോദിച്ചിട്ട് ഉത്തരൊക്കെ പറഞ്ഞിട്ടുള്ള പോക്ക് അത് വല്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഈ വിചാരണയെ പറ്റി പറയുന്ന ആയത്ത് സഹോദരങ്ങളെ തീർത്തും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന, നന്നായി ഈ ആയത്ത് ഓതുമ്പോഴേക്ക് പൊട്ടിക്കരഞ്ഞ് ആ കരച്ചിലിന്റെ ശബ്ദം ഏറെക്കുറെ ആളുകളിലേക്ക് കേട്ടിരുന്ന മഹാന്മാര് വരെയുണ്ട്. 49ാമത്തെ ഈ സൂക്തം ഓതിയിട്ട് ആ സൂക്തത്തിൽ സത്യനിഷേധികളും വേണ്ടതുപോലെ ആഖിറം ഉൾക്കൊള്ളാത്ത ആളുകളും വാവിട്ട് കരഞ്ഞിട്ട് പറയുന്ന ആ ശബ്ദത്തിന്റെ ധ്വനി ഇവിടെ പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കേൾക്കുന്ന ആളുകളോട് ഇനി നിങ്ങൾ ശബ്ദത്തിൽ കരഞ്ഞോളൂ, അല്ലാതെ മറ്റൊരു രക്ഷയുമില്ല എന്ന് പറഞ്ഞ മഹാന്മാര് വരെയുണ്ട്. എന്താണ് ആയത്തിൽ പറയുന്നത്? കിതാബ് വെക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിചാരണ ചെയ്യാൻ സമയമായി, വിചാരണക്കുള്ള ടൈമായി. എല്ലാം ഉടനെയല്ല, വളരെ ദൈർഘ്യം അതിനിടക്കുണ്ട്. വിചാരണക്കുള്ള സമയമായി. വിചാരണക്ക് സമയമാകുമ്പോ ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീ, വിചാരണ നടത്താൻ ഏടുകൾ നൽകപ്പെട്ടു കഴിഞ്ഞു. ആ ഏടുകൾ നൽകപ്പെടുന്ന നേരം ഫതറൽ മുജ്രിമീന, കുറ്റവാളികളെ കാണാം, മുഷ്ഫിഖീന മിമ്മാ ഫീ, ആ കിതാബിലുള്ള വിഷയങ്ങളെപ്പറ്റി ഭയവിഹ്വലരായി നിൽക്കുന്നത് കാണാം. മുഷ്ഫിഖീന മിമ്മാ ഫീ, ആ ഏടിലുള്ള കിതാബിലുള്ള വിഷയങ്ങളെപ്പറ്റി പേടിച്ചരച്ചറച്ചു നിൽക്കുന്നവരായി കാണാം. ആ പേടിയുടെ ഊക്ക് കൊണ്ട് വയഖൂലൂന, അവർ പറയും, യാ വൈലതനാ മാലി ഹാദൽ കിതാബ്. എല്ലാത്തൊരു വാക്കാണ് പറയുന്നത്. യാ വൈലതനാ മാലി ഹാദൽ കിതാബ്. എന്തൊരു കഷ്ടമാണിത്, എന്തൊരു കഷ്ടമാണ്. മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ്. ഇങ്ങനെയും ഒരു കിതാബുണ്ടോ? ഇതെന്തൊരു വലിയ കിതാബാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ലാ യുഗാദിറു, ഈ കിതാബ് ഒഴിവാക്കിയിട്ടില്ലല്ലോ. കബീറതൻ വലാ സഗീറതൻ വലാ കബീറതൻ, ചെറുതും വലുതും ഒഴിവാക്കിയിട്ടില്ലല്ലോ. ഇല്ലാ അഹ്സാഹാ, എല്ലാം ക്ലിപ്തപ്പെടുത്തിയിട്ടല്ലാതെ, രേഖപ്പെടുത്തിയിട്ടല്ലാതെ, എണ്ണി കണക്കാക്കി വെച്ചിട്ടല്ലാതെ. അഹ്സാഹ എന്നതിന് വിവിധ തഫ്സീറുകളുണ്ട് സഹോദരങ്ങളെ. ടൈം അതിലുണ്ട്, സാക്ഷികൾ അതിലുണ്ട്, സ്ഥലം അതിലുണ്ട്, സന്ദർഭം അതിലുണ്ട്, സാഹചര്യം അതിലുണ്ട്, എല്ലാം അതിലുണ്ട്. അതൊക്കെ കൂടിയ വാക്കാണ് ഇല്ലാ അഹ്സാഹ. ചെറുതും വലുതും വിടാതെ മുഴുവനും രേഖപ്പെടുത്തി ഒരുമിച്ച് കൂട്ടിയ കിതാബാണല്ലോ മാലി ഹാദൽ കിതാബ്. ഇവിടൊക്കെ പഴുതു പറഞ്ഞ്, ദുനിയാവിലൊക്കെ പല പഴുതുകളും പറഞ്ഞ് രക്ഷപ്പെട്ടവർ ആ കിതാബിന്റെ മുന്നിൽ അടിയറവ് പറയുകയാണ്. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. ആ കിതാബൊക്കെ കൊടുക്കുന്ന നേരത്ത്
സഹോദരങ്ങളെ, സന്തോഷിക്കുന്ന മുഖങ്ങളിൽ അല്ലാഹു പെടുത്തി തരട്ടെ. ആ കിതാബ് അങ്ങനെ കൊടുക്കുന്ന നേരം ആ സമയത്ത് തന്നെ കാണാം കുറ്റവാളികളുടെ അവസ്ഥ. കിതാബ് തുറന്ന് വായിക്കാൻ വേണ്ടി വിഷമിക്കുമ്പോ കിതാബിന്റെ ഒരു ഏട് അവരിങ്ങനെ തുറക്കുമ്പോ അവർക്ക് വായിക്കാൻ കിട്ടും. എല്ലാവർക്കും വായിക്കാൻ കിട്ടും. ഇവിടെ വായന അറിയാത്തവർക്കും അവിടെ വായിക്കാൻ കിട്ടും. ഇവിടെ ഒന്നും പഠിക്കാത്തവർക്കും അവിടെ വായിക്കാൻ അറിയും. ഒരു മറിച്ചു നോക്കുമ്പോഴേക്ക്, ഒരൊറ്റ പേജ് നോക്കുമ്പോഴേക്ക് മുക്കല്ലഫായ ഒന്നാമത്തെ ദിവസം മുതൽ രേഖപ്പെടുത്തിയ സംഭവങ്ങൾ ഇത്ര കറക്റ്റായിട്ട് ഇതിലുണ്ടോ? എന്നാൽ പലതും ചിന്തിച്ച് വേദനിച്ചു പോകുന്നു. ഇതൊന്നും നാട്ടുകാരറിഞ്ഞിട്ടില്ലല്ലോ, ഇതൊന്നും പലരും അറിഞ്ഞിട്ടില്ലല്ലോ, കുടുംബക്കാരറിഞ്ഞിട്ടില്ലല്ലോ, കൂട്ടുകാരറിഞ്ഞിട്ടില്ലല്ലോ, ആരും അറിഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ എല്ലാം കറക്റ്റാക്കി ക്ലിപ്തപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാലിഹാദൽ കിതാബ്, എന്തൊരു കിതാബാണിത്! ഈ കിതാബിന് ഇത്രമാത്രം വലിയ കഴിവും ശക്തിയും എന്താണ്? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറാ, ചെറുതും വലുതും വിട്ടിട്ടില്ലല്ലോ. ഇല്ലാ അഹ്സാഹാ, എല്ലാം കണക്ക് വെച്ച് രേഖപ്പെടുത്തിയിട്ടല്ലാതെ വവജദൂ മാ അമിലൂ ഹാദിറാ, അവർ ചെയ്ത കർമ്മങ്ങളൊക്കെ നേരെ മുന്നിൽ അവർ കണ്ടെത്തുകയാണ്. ദുനിയാവിൽ ചെയ്ത കർമ്മങ്ങളൊക്കെ കാണുകയാണ്. സഹോദരങ്ങളെ, ആ കർമ്മങ്ങളൊക്കെ കാണുമ്പോ ഏതെങ്കിലും ഒന്ന് കുറവുണ്ടോ? ഇല്ല. വലാ യളിമു റബ്ബുക അഹദാ, നിന്റെ നാഥനായ അല്ലാഹു ഒന്നും തന്നെ കുറക്കുകയില്ല, ചുരുക്കുകയില്ല. ചെയ്തത് നിനക്ക് നിന്റെ പേരിൽ രേഖപ്പെടുത്തും. നീ ചെയ്യാത്ത ഒന്ന് നിന്റെ പേരിൽ കുറ്റം രേഖപ്പെടുത്തൂല. അത് ദുനിയാവിലുണ്ടാകും. നിരപരാധികളുടെ പേരിൽ കുറ്റം രേഖപ്പെടുത്തി ശിക്ഷിച്ചിട്ട് യഥാർത്ഥ ആളുകൾ രക്ഷപ്പെടുന്ന മുഖം അത് ഇവിടെ ഉണ്ടാകും. അവിടെ അതുണ്ടാകൂല. വലാ യളിമു റബ്ബുക അഹദാ, നിന്റെ റബ്ബ് ഒരു നിലക്കുള്ള ദുൽമും, ഒരു നിലക്കുള്ള കുറവും, ഒരു നിലക്കുള്ള അക്രമവും നിന്നോട് വരുത്തിയിട്ടില്ല. യാഥാർത്ഥ്യം മാത്രമാണ് ആ കിതാബിലുള്ളത്. ആ കിതാബ് കണ്ട് ബേജാറാകുമ്പോ സഹോദരങ്ങളെ, ആ ഒരു ഘട്ടത്തിൽ നല്ല ഒരവസ്ഥയിലേക്ക് വരുമ്പോഴേ സന്തോഷമുള്ളൂ. എല്ലാവരും 3 ഘട്ടങ്ങളിൽ സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന 3 ഘട്ടങ്ങളുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട്? തങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒറ്റക്കിരുന്ന് കരയാണ്. ഉമ്മമാരെ, ഒറ്റക്കിരുന്ന് കരയുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവിന്റെ പേരിലല്ല. ഇവിടെ കിട്ടിയ വളരെ ചെറുതും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിൽ പൊരുത്തപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഭക്ഷണമില്ലേ, ഇല്ലെങ്കിൽ ഇല്ലാത്തതുപോലെ സ്വീകരിച്ചിട്ടുണ്ട്. ഉള്ളത് പരിമിതമാണോ, ഉള്ളതുപോലെ സ്വീകരിച്ചിട്ടുണ്ട്. ഒന്നിനും വാശിയും വീറും കാണിച്ചിട്ടില്ല. ഇരുന്ന് കരയുമ്പോ നബി തങ്ങൾ വന്നിട്ട് ചോദിക്കുന്നു, ആയിഷ, എന്തേ ആയിഷ കരയുന്നതെന്തേ? ഒന്നുമല്ലേ നബിയെ, നരകം ഇങ്ങനെ ഓർത്തപ്പോ കരച്ചിൽ വന്നുപോയി. നരകം ഓർത്തു. ഞാൻ ഇരുന്നിട്ട് ഒറ്റക്കിരുന്ന് നരകം ഓർത്തപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ഫഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ, ഞങ്ങളൊക്കെ നിങ്ങളെ കുടുംബാണല്ലോ നബിയെ. ഖിയാമത്ത് നാളിൽ ഞങ്ങളെ ഓർക്കോ? നിങ്ങള് ഖിയാമത്ത് നാളിൽ ഞങ്ങളെ ഓർക്കോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നരകത്തെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടെ ഓർക്കോ എന്ന് ചോദിക്കുമ്പോൾ തങ്ങൾ പറയുന്നത്, അമ്മാ ഫീ സലാസത്തി മവാത്തിന ഫലാ യദ്കുറു അഹദുൻ അഹദാ, 3 ഘട്ടങ്ങളിൽ 3 സ്ഥലങ്ങളിൽ സന്ദർഭങ്ങളിൽ ഒരാളും ഒരാളെയും ഓർക്കുകയില്ല ആയിഷ. ഞാൻ നിന്നെ ഓർക്കുകയില്ല, നീ എന്നെയും ഓർക്കുകയില്ല.
ബാപ്പ ഉമ്മയെയും, ഉസ്താദ് ശിഷ്യനെയും, ശിഷ്യൻ ഉസ്താദിനെയും, ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും, കൂട്ടുകാരൻ കൂട്ടുകാരനെയും, മുതലാളി തൊഴിലാളിയെയും, തൊഴിലാളി മുതലാളിയെയും, ഒരാളും ഒരാളെയും ഓർക്കാത്ത 3 സന്ദർഭങ്ങളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ സങ്കടത്തോടെ ചോദിക്കുന്നു, ഏതാ നബിയെ 3 സന്ദർഭങ്ങൾ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒന്നാമതായി കിതാബ് നൽകപ്പെടുന്ന സമയം ഒരാളും ഒരാളെയും ഓർക്കൂല. കിതാബ് നൽകപ്പെടുന്ന നേരം, ഇതാ കിതാബ് വിതരണത്തിന് സമയമായി എന്നുള്ള അനൗൺസ്മെന്റ് വരുമ്പോഴേക്ക്, ആ അനൗൺസ്മെന്റിന്റെ ഹദീസാണ് ഞാൻ നേരത്തെ വായിച്ചത്, ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുമ്പോൾ വായിക്കും. ജനങ്ങളോടൊക്കെ അതിന് ഒരുങ്ങാൻ വേണ്ടി യജമാനനായ റബ്ബ് പറയുന്നു, അണിയണിയാക്കി അവരെ നിർത്തൂ എന്ന് മലക്കുകളോട് അല്ലാഹു തആല നിർദ്ദേശം കൊടുക്കുന്ന ആ ഒരു നേരല്ലേ, ആ ഒരു നേരത്തെ എല്ലാവരെയും മറന്നുപോയി, പരസ്പരം മറന്നുപോയി. കാരണം ആ ഒരു വിഷയം വന്നപ്പോഴേക്ക് ചിന്തയൊക്കെ മാറി. എന്താണ് ആ രംഗം? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇവിടെ ഒരു സാധാരണ കോടതിയിൽ വിധി പ്രഖ്യാപിക്കുന്ന ഒരു നേരമാകുമ്പോഴേക്ക് മനുഷ്യന്റെ വെപ്രാളം എത്രയാണ്. വിധി കേൾക്കാൻ കഴിയാതെ ബോധം കെട്ടി വീഴുന്നവരും, കുറ്റവാളിയായിട്ട് പോലും വിധി കേട്ടിട്ട് ബോധം കെട്ടി വീഴുന്നവരും ഒക്കെ ഇല്ലേ ഈ ദുനിയാവിൽ? വർഷങ്ങളോളം കുറ്റം ചെയ്ത് നടന്ന മഹാ തെമ്മാടിയാണെങ്കിലും ശിക്ഷ വിധിച്ചപ്പോഴേക്ക് ബോധം കെട്ടുപോയ രംഗങ്ങളില്ലേ? ആ കോർട്ടിൽ എന്തുണ്ടായിട്ടു എന്താ സഹോദരങ്ങളെ? അവിടെ എത്തിയിട്ട് ഇനി എന്തൊരു സംരക്ഷണം കിട്ടാനാ? ആ ഒരു രംഗം വരുന്ന സമയത്ത് ഓർമ്മ പോയി. പിന്നെ ഓർമ്മ വരുന്നത് എപ്പോഴാണെന്നറിയോ? വലത്തെ കയ്യിൽ കിതാബ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഈമാനുള്ളവർക്ക് നല്ലൊരു ഓർമ്മ വരും. കുടുംബത്തെ കാണാനും അവരോടൊക്കെ പറയാനൊക്കെ സന്തോഷങ്ങളൊക്കെ പറയാൻ വലത്തെ കയ്യിൽ കിതാബ് കിട്ടി അൽഹംദുലില്ലാഹ് എന്നുള്ള ആ ഒരു സന്തോഷം തീർത്താ തീരാത്ത സന്തോഷം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മെ ബന്ധപ്പെട്ട നാമുമായി ബന്ധമുള്ള സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്കും അള്ളാഹു തൗഫീഖ് തരട്ടെ. കിതാബ് അങ്ങനെ കയ്യുയർത്തി വാങ്ങല്ലോ, അങ്ങനെയും കരുതണ്ട. കാരണം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിടത്ത് മുഴുവനും ഉളിയൽ കിതാബു, ഊത്തിയൽ കിതാബു, അമ്മാമൻ ഉഴ്ത്തിയ കിതാബു, കിതാബൊക്കെ ആ ടൈമിൽ നിശ്ചയിക്കപ്പെട്ട കൈകളിലേക്ക് വന്നു ചേരുകയാണ്. വലത്തെ കൈയിൽ ആ കിതാബ് കിട്ടിയാൽ സന്തോഷവാനാണ്. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറാ, അവന്റെ കുടുംബത്തെ അന്വേഷിച്ച് സന്തോഷവാനായി മടങ്ങും. ബാപ്പയെ കാണണം ഇതൊന്നു പറയാനാണ്, ഉമ്മയെ കാണണം ഇതൊന്നു പറയാനാണ്, ഭാര്യയെ കാണണം സന്തോഷം ഒന്ന് പറയാനാണ്. റിസൾട്ട് അന്വേഷിച്ച് മദ്രസയിലേക്ക് സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടി നല്ല വിജയം കിട്ടിയിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്ന് പറയാൻ തത്രപ്പാട് കാണിക്കുന്നത് പോലെ, ജാഗ്രത കാണിക്കുന്നത് പോലെ അവിടെ വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയാൽ കുടുംബത്തെ കണ്ട് വിവരം ഒന്ന് പറയാൻ മോഹം വരും. എന്നാലും ആ കിട്ടിയത് അടുത്ത ഘട്ടമാകുമ്പോഴേക്ക് മറന്നുപോകുന്നു. കിതാബൊക്കെ കിട്ടി മുന്നോട്ട് പോകുമ്പോ ഇനി അടുത്ത സെഷൻ വരുന്നുണ്ട്, ഇൻദൽ മീസാൻ. കിതാബൊക്കെ ഒന്ന് അളന്നു മുറിച്ചൊന്ന് തൂക്കാൻ വരുമ്പോഴേക്ക് മറന്നുപോയി. പിന്നെ അത് ഖനം കൂടുന്നുണ്ടോ ഇല്ലേ, ആ ഒരു പരിഭ്രമത്തിലാണ്. ഖനം കൂടി കിട്ടിയാൽ, ഹസനാത്തിന്റെ ഭാഗം ഖനം കൂടി കിട്ടിയാൽ വിശ്വാസിച്ച് വീണ്ടും സന്തോഷം വന്നു. ആ ഒരു ഘട്ടം വരുമ്പോഴേക്ക് പിന്നെ മറന്നു. ആയിഷ മൂന്നാമത്തൊരു ഘട്ടം സിറാത്തിന്റെ അടുത്തെത്തുമ്പോഴാണ് ഹത്താ യുജാവിസഹു, വിട്ടുകിടക്കുന്നത് വരെ, അപ്പുറത്തുന്നത് വരെ ഒരാളെയും ഓർക്കൂല. ആ 3 ഘട്ടങ്ങളിലും അതുപോലെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹു സലാമത്ത് നൽകട്ടെ. സഹോദരങ്ങളെ, ഖിയാമത്ത് നാളിന്റെ പരലോകത്തിന്റെ ഈ ചിത്രം ഓർമ്മപ്പെടുത്തുന്നത് നന്നായി ഓർക്കാനും ചിന്തിക്കാനും നല്ലോണം ചിന്തിച്ചു മാറാനും ആഖിറത്തിലേക്ക് വേണ്ടി സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കാനുമാണ്. തഫ്സീറുകളിലേക്ക് വരാം. വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസാ,
വയൗമ നുസയ്യിറുൽ ജിബാൽ, പർവ്വതങ്ങളെ നാം സഞ്ചരിപ്പിക്കുന്ന ദിവസം ഓർക്കുക. അത് പറഞ്ഞു കൊടുക്കൂ നബിയേ. പർവ്വതം അന്ന് ഏത് വേഗത്തിലാ ഓടുക എന്നറിയോ? പർവ്വതം സഞ്ചരിക്കുന്നു പറഞ്ഞില്ലേ, എത്രയാണ് അതിന്റെ വേഗത? വഹിയ തമുറു മർറസ്സഹാബ്. എത്ര മേഘത്തിന്റെ വേഗത! മേഘത്തിന്റെ വേഗതയിൽ പർവ്വതം ഓടും.